Hello everyone, welcome to the channel. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ CUT MSc സുവോളജിയുടെ എക്സാമിനെ പറ്റിയും അതിന്റെ വെയിറ്റേജ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ലാസ്റ്റ് നിമിഷം നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ചില ടോപ്പിക്സുമായിട്ടുമാണ് ഞാൻ വന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. സോ ഫസ്റ്റ് വൺ ആയിരുന്നു ആനിമൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡൈവേഴ്സിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ ആയിരുന്നു ഇത്. ഇതിൽ തന്നെ എന്താണ് ടാക്സോണമിക് ഹൈറാർക്കി, നിങ്ങൾക്കറിയാം കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇത് കൃത്യമായി അറേഞ്ച് ചെയ്യാൻ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ആയിരുന്നു വേരിയസ് സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. എന്തായിരുന്നു? 2 കിങ്ഡം, 3 കിങ്ഡം, 4 കിങ്ഡം, 5 കിങ്ഡം, 3 ഡൊമൈൻ, 6 കിങ്ഡം, അതേപോലെ 8 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഒക്കെ. ഇതിന്റെ പ്രൊപ്പോണൻസ്, ഇതാര് കൊണ്ടുവന്നു എന്നീ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അതിൽ തന്നെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കിങ്ഡം മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. ഈ ഓരോ കിങ്ഡത്തിന്റെയും അതിന്റെ എക്സാമ്പിൾസും അതേപോലെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു ഇവരുടെ ബേസിക്കും ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സും പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് കിങ്ഡം ആനിമേലിയ. ഈ നിങ്ങൾ പഠിച്ച കിങ്ഡത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് കിങ്ഡം ആനിമേലിയ. അതിന്റെ ഓരോ ഫൈലത്തിന്റെയും സാലിയൻ ഫീച്ചേഴ്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് എല്ലാ ഫൈലത്തിന്റെയും സാലിയൻ ഫീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അത് ഓരോ കാര്യങ്ങൾ. സോ അതിൽ നിങ്ങൾക്കറിയാം ഏത് ഓർഗാനിസമാണ് നിഡോബ്ലാസ്റ്റ് ഉള്ളത്, അതേപോലെ പെഡിസിലേറിയ ഏതിലാണ്, റാഡുല, ട്യൂണിസിൻ, വീൽ ഓർഗൻ. ഇതേപോലെ ഒരുപാട് സ്ട്രക്ചേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് ഏത് ഫൈലത്തിലെ ഏത് ഓർഗാനിസത്തിൽ ആണ് കാണപ്പെടുന്നത് എന്നീ ക്വസ്റ്റ്യൻസ് ഒക്കെ ഷുവറായി ചോദിക്കും. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സ്ക്രീറ്ററി ഓർഗൻസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈലത്തിൽ അതിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻസ്, ചില ഫേമസ് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി ഓർഗൻ ഒക്കെ പഠിക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ ഫിനോമിനൻസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്തായിരുന്നു റീജനറേഷൻ കപ്പാസിറ്റി, ബയോലൂമിനസെൻസ്, അതേപോലെ എന്തായിരുന്നു മെറ്റാജെനസിസ്. ഈ ഓരോ ഫിനോമിന അതിന്റെ ഡെഫിനിഷൻ പഠിക്കുക, അതേപോലെ അതെന്താന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എക്സാമ്പിൾ കാര്യങ്ങൾ ഒരുപാട് എക്സാമ്പിൾസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഫിനോമിന. അത് ഏത് ഓർഗാനിസം കാണിക്കുന്നു. സിമ്പിൾ ആണ്, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും അത് പഠിക്കുക. ആൻഡ് നെക്സ്റ്റ് അഡാപ്റ്റേഷൻസ്. വളരെ സിമ്പിൾ ആണ് അഡാപ്റ്റേഷൻസ്. സോ ഇവിടെ എന്തൊക്കെയായിരുന്നുള്ളത്? പാരസൈറ്റിക് ഉണ്ട്, ബ്ലഡ് ഫീഡിംഗ് ഉണ്ട്, ഫ്ലൈറ്റ് ഉണ്ട്, അക്വാട്ടിക് ഉണ്ട്. ബ്ലഡ് ഫീഡിങ്ങിന്റെ എക്സാമ്പിൾ ആയിരുന്നു ഹിൽഡനേറിയ അഥവാ ബ്ലഡ് സക്കിംഗ് ലീച്ച്. അതിന്റെ എന്തൊക്കെയായിരുന്നു ക്യാരക്ടേഴ്സ് അത് നോക്കുക എന്തായാലും. ആൻഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമായിരുന്നു കോമൺ നെയിംസ്. നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ കാണാം എന്തായിരുന്നു വീനസ് ഫ്ലവർ ബാസ്ക്കറ്റ് ഏത് ഓർഗാനിസമാണ്, അതേപോലെ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ, സീ മൗസ് ഏതാ, സീ അനിമോൺ, സീ പെൻ, സീ ഫാൻ, കോംജെല്ലി. ഇത് ചില ഓർഗാനിസത്തിന്റെ കോമൺ നെയിമാണ്. അത് ഏത് ഓർഗാനിസമാണെന്ന് കണ്ടെത്താൻ ചോദിക്കാറുണ്ട്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഫൈലം മൊളുസ്കയിലെയും എക്കിനോഡെർമേറ്റയിലെയും ഓർഗാനിസത്തിന്റെ കോമൺ നെയിം. നിങ്ങളുടെ ഡിഗ്രി ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ കാണാം ഒരുപാട് എക്സാമ്പിൾ പഠിച്ചിരുന്നു അവിടെ. അതിന്റെയൊക്കെ കോമൺ നെയിം ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് എന്തായാലും നോക്കി വെക്കുക. അത് എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ഇനി ഓർഗാനിസം ബിലോങ്സ് ടു ദ ഫൈലം. ഏത് ഫൈലത്തിൽ വരുന്നു, ഏത് ക്ലാസ്, ഏത് ഓർഡർ. ഒരു ഓർഗാനിസം തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇത് ഏത് ഫൈലത്തിലാണ്, അല്ല ഏത് ക്ലാസ്, അല്ല ഏത് ഓർഡർ. ഫോർ എക്സാമ്പിൾ ഇവിടെ വാൾറസ് ബിലോങ്സ് ടു ദ ഓർഡർ, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് 4 ഓപ്ഷൻ. അതേപോലെ ഒരുപാട് ഓർഗാനിസം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഡിഗ്രി കോഴ്സിൽ. സോ അതിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ക്ലാസ് മെമേലിയ, അതുപോലെ ക്ലാസ് എയ്വ്സ്. ഇതിൽ നിന്നാണ് അധികവും ചോദിക്കാറ്. നിങ്ങളുടെ ഡിഗ്രി 4th സെം ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ അതിൽ മെമേലിയും എയ്വ്സിന്റെയും ഒരുപാട് ഓർഗാനിസം പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഒരുപാട് അനിമൽസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഓർഡർ ഏതാണെന്ന് കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ തുടക്കത്തിൽ പഠിച്ചൊരു കാര്യമായിരുന്നു ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. എന്തൊക്കെയായിരുന്നു? സിമെട്രിയും സീലോമും. എന്തൊക്കെയായിരുന്നു സിമെട്രി? ബൈലാറ്ററൽ സിമെട്രി, റേഡിയൽ സിമെട്രി എന്നീ കാര്യങ്ങൾ. ഇതിന്റെ എക്സാമ്പിൾ പഠിക്കുക. അതേപോലെ സീലം, സ്യൂഡോസീലം, അസിയോലമേറ്റ, സീലോമേറ്റ. ഇതിന്റെയൊക്കെ എക്സാമ്പിൾ കാര്യങ്ങളാണ് ചോദിക്കാറ്. നിങ്ങൾക്ക് പണ്ട് മുതലേ പഠിക്കുന്നതാണ്, പ്ലസ് 1 മുതലേ പഠിക്കുന്ന കാര്യങ്ങളാണ്. ആൻഡ് വളരെ കുറവായിട്ട് ചോദിക്കുന്നതാണ് ലാർവൽ ഫോംസ്. ഇതും ജസ്റ്റ് ഒന്ന് നോക്കുക. ചില ഓർഗാനിസത്തിന്റെ ലാർവൽ ഫോംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ മോളുസ്കേന്റെ ലാർവൽ ഫോംസ് ഏതാ, അതേപോലെ പ്ലാറ്റി ഹെൽമന്തിസ്, ആഷെൽമന്തിസിനൊക്കെ ലാർവൽ ഫോംസ്, അതിന്റെ ലാർവൽ സ്റ്റേജസ് ഒക്കെ ജസ്റ്റ് റിവൈസ് ചെയ്യുക പെട്ടെന്ന് തന്നെ. ആൻഡ് അവർ നെക്സ്റ്റ് മോഡ്യൂൾ ആയിരുന്നു ബയോകെമിസ്ട്രി ആൻഡ് ബയോഫിസിക്സ്. ബയോകെമിസ്ട്രിയിൽ എന്തൊക്കെ നോക്കണം? എന്തായിരുന്നു? ബയോ മോളിക്യൂൾസ്, കാർബോഹൈഡ്രേറ്റ്, അതിന്റെ എക്സാമ്പിൾസ്. കാർബോഹൈഡ്രേറ്റിന്റെ എക്സാമ്പിൾസ് അധികവും ചോദിക്കാറുണ്ട്. അത് അത്യാവശ്യം വലിയൊരു ഏരിയ ആയിരുന്നു, അത് നോക്കുക. അതുപോലെ പ്രോട്ടീൻസിന്റെ സ്ട്രക്ചർ എന്തൊക്കെയായിരുന്നു, അതിലെ അമിനോ ആസിഡുകളെ കുറിച്ച് പഠിക്കുക. നിങ്ങൾ ഒരുപാട് അമിനോ ആസിഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്.
അതൊക്കെ ജസ്റ്റ് പഠിക്കുക, എക്സാമ്പിൾ കാര്യങ്ങൾ നോക്കുക. ആൻഡ് ലിപ്പിഡ്സ് എന്താണ്, ന്യൂക്ലിക് ആസിഡ്, എൻസൈം, ബേസിക് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുക. അതിൽ തന്നെ എൻസൈമിൻ്റെ ക്ലാസ്സസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എൻസൈമിൻ്റെ ചില ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫംഗ്ഷന്, ചില എൻസൈം ചില റിയാക്ഷനിൽ ചില പ്രത്യേക റോളാണ് ചെയ്യുക, അതെന്താണെന്ന് മനസ്സിലാക്കുക. സോ അതിന് ഫംഗ്ഷന് അതുപോലെ ക്ലാസ്സസ്, അതേപോലെ എന്താണ് തിയറീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇൻഡ്യൂസ്ഡ് ഫിറ്റ് തിയറി, ലോക്ക് ആൻഡ് കീ മെക്കാനിസം ഒക്കെ, അതും റയർലി ചോദിക്കാറുണ്ട്, എന്നാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇനി ബയോകെമിസ്ട്രിയിൽ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആണ് മെറ്റബോളിക് പാത്വേ. എന്തായിരുന്നു മെറ്റബോളിക് പാത്വേ? നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു അതേപോലെ ഡിഗ്രി ഒക്കെ പഠിക്കുന്നുണ്ട് ഒരുപാട് മെറ്റബോളിക് പാത്വേ. മെയിനായിട്ട് നിങ്ങൾ ലാസ്റ്റ് ഇയറിൽ പഠിക്കുന്നുണ്ട്. അതിൽ ക്രെബ്സ് സൈക്കിൾ എന്താണ്, അതേപോലെ ഗ്ലൈക്കോളിസിസ് എന്താണ്, ബീറ്റ ഓക്സിഡേഷൻ എന്താണ്, കാര്യങ്ങളൊക്കെ നോക്കുക. അതിലെ എൻസൈം കാര്യങ്ങൾ, അതിൻ്റെ ഇവൻറ്റ്സ് എന്തൊക്കെയെന്നൊക്കെ കൃത്യമായി എഴുതി പഠിക്കുക. ലാസ്റ്റ് നിമിഷമാണ്, എന്നാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ആൻഡ് നെക്സ്റ്റ് ബയോഫിസിക്സ്, അതിലെന്തൊക്കെ പഠിക്കണം, എന്തായിരുന്നു ഇലക്ട്രോഫോറസിസ്, അതിൻ്റെ ടൈപ്സ് പഠിക്കുക, ഇങ്ങനെ വർക്കിംഗ് പ്രിൻസിപ്പിൾ കാര്യങ്ങൾ. ആൻഡ് ക്രോമാറ്റോഗ്രഫി, നിങ്ങളിതൊരു അത്യാവശ്യം കുറേ ടൈപ്പ് പഠിച്ചിട്ടുണ്ട്, അതിനൊക്കെ കൃത്യമായി പഠിക്കുക. അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ ഒക്കെ നോക്കുക, പ്രിൻസിപ്പിൾസ്. അതുപോലെ സെൻട്രിഫ്യൂജ് എന്തായിരുന്നു. ആൻഡ് മൈക്രോസ്കോപ്പി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്രോസ്കോപ്പി നിങ്ങൾക്കറിയാം, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആൻഡ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി. അതിൻ്റെ ഓരോ എന്തൊക്കെയായിരുന്നു ഓരോ പാർട്സ്, കോമ്പോണൻസ്, അതിൻ്റെ പ്രിൻസിപ്പിൾ, വർക്കിംഗ് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. സോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ പഠിച്ച പുതിയ കാര്യമായിരുന്നു പിയർ ലാംബേർട്സ് ലോ. ആ ലോ കൃത്യമായി പഠിക്കുക. അതേപോലെ കളറിമെട്രീൻ്റെ ബേസിക് നിങ്ങൾ പഠിച്ചിരുന്നു, അതും കൂടെ നോക്കുക. ആൻഡ് സ്പെക്ട്രോസ്കോപ്പി കുറവാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ആൻഡ് മൂവിങ് ടു തേർഡ്, ജനറൽ മെത്തഡോളജി, ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമാറ്റിക്സ്. ഇൻഫർമാറ്റിക്സിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ നോക്കണം ഇവിടെ? ജനറൽ മെത്തഡോളജിൻ്റെ കേസ് ആണെങ്കിൽ എന്താണ് എക്സ്പെരിമെന്റൽ ഡിസൈനിങ് കാര്യങ്ങൾ, ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു. നിങ്ങൾ ഡിഗ്രിയുടെ ലാസ്റ്റ് സെമ്മിൽ ഒരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്തിരുന്നു, അതിന് കൃത്യമായിട്ടുള്ള ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ച ഇതിൽ നിന്നായിരുന്നു. അതേപോലെ എന്തായിരുന്നു ഒരു തിയറി, ഫാക്ട്, ലോ, ഹൈപ്പോത്തിസിസ് എന്നീ കാര്യങ്ങളൊക്കെ അതിന് ഡെഫിനേഷൻ പഠിച്ചു വെക്കുക. ആൻഡ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന ഏരിയ ആണ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ്. ഒരു ഡാറ്റ സെറ്റ് നിങ്ങൾക്ക് നൽകും. ആ ഡാറ്റ സെറ്റിന്റെ മീന്, മീഡിയന്, മോഡ് കണ്ടെത്താൻ ചോദിക്കും. പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു ഏരിയ ആണിത്. ആൻഡ് നെക്സ്റ്റ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരുപാട് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഒരു ഡാറ്റയെ നിങ്ങൾക്ക് ഈസിലി ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇതൊക്കെ പഠിക്കുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്തായിരുന്നു ഹിസ്റ്റോഗ്രാം, എന്തായിരുന്നു ഫ്രീക്വൻസി കർവ്, ഫ്രീക്വൻസി പോളിഗൺ, ഒജൈവ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലാസ്റ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് നോക്കുക. ആൻഡ് ലാസ്റ്റ് വൺ ആയിരുന്നു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ. മൂവിങ് ടു ദ നെക്സ്റ്റ് മൊഡ്യൂൾ, റീപ്രൊഡക്റ്റീവ് ബയോളജി, ഡെവലപ്മെന്റൽ ബയോളജി ആൻഡ് ടെറപ്റ്റോളജി. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണിത്. ഇതിൽ തന്നെ ഡെവലപ്മെന്റൽ ബയോളജി നിങ്ങളുടെ നെറ്റ് എക്സാമിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീപ്രൊഡക്റ്റീവ് ബയോളജിൻ്റെ കേസിലാണെങ്കിൽ ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്താണ്, അതിൽ മെയിലും ഫീമെയിലിൻ്റെയും റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതിലെ ഓർഗൻസ് ഏതൊക്കെ എന്നീ കാര്യങ്ങളൊക്കെ പഠിക്കുക. അതിൽ തന്നെ ഗമീറ്റോജെനിസിസ് എന്തായിരുന്നു, അതിൻ്റെ ഓരോ ഇവൻറ്റ്സ് ഒക്കെ പഠിക്കുക. സിമ്പിൾ ആണ്, ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, അതിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കുക, ഓർഗൻസ് ഏതൊക്കെ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓർഗൻസ് ഏതൊക്കെ. അതിൽ ഫീമെയിലിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മെൻസ്ട്രൽ സൈക്കിൾ. ഒരുപാട് ക്വസ്റ്റ്യൻസിൽ കാണുന്ന ഒരു ടോപ്പിക്കാണ് മെൻസ്ട്രൽ സൈക്കിൾ. ഒരു സെറ്റ് എക്സാമിനാണെങ്കിലും നെറ്റിനാണെങ്കിലും ഒക്കെ ചോദിക്കുന്ന കണ്ടിട്ടുണ്ട്. അതിൽ ഇവൻറ്റ്സ്, മെൻസ്ട്രൽ സൈക്കിളിൻ്റെ കൃത്യമായിട്ടുള്ള ഇവൻറ്റ്സ് എന്തൊക്കെ, അതുപോലെ ഓർഡർ പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഹോർമോൺസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില ഹോർമോൺസിൻ്റെ ഫംഗ്ഷൻ എവിടെ, അത് ജസ്റ്റ് നോക്കുക. അതേപോലെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ലേബർ, ഇതും ചോദിക്കാറുണ്ട്. കൃത്യമായിട്ടുള്ള ഓർഡർ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഏതൊക്കെ ഹോർമോൺ ആക്ട് ചെയ്യുന്നു എന്നീ കാര്യങ്ങൾ. ആൻഡ് ലാസ്റ്റ് ആയിരുന്നു അതിലെ റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ഇൻഫെർട്ടിലിറ്റി, അതിനെ മറികടക്കാനായിരുന്നു IVF കൊണ്ടുവന്നത്. അതേപോലെ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ് ആയിട്ടുള്ള ഗിഫ്റ്റ്, സിഫ്റ്റ്, ICZI, ഫൈൻഡ് ദ ഓഡ് വൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. ഓക്കെ. ആൻഡ് ഞാൻ പറഞ്ഞു ഡെവലപ്മെന്റൽ ബയോളജി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ എന്ത് പഠിക്കണം, ക്ലീവേജ് പാറ്റേൺ പലതരത്തിലുണ്ട്, അത് പഠിക്കുക. അതേപോലെ ടൈപ്സ് ഓഫ് എഗ് ഉണ്ട്, നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണിത്. അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ പഠിക്കുക. ക്ലീവേജ് പാറ്റേണിൻ്റെ ഒക്കെ എക്സാമ്പിൾസ് കാര്യങ്ങൾ, ടൈപ്പ് ഓഫ് എഗിൻ്റെ എക്സാമ്പിൾ കാര്യങ്ങൾ. ആൻഡ് നെക്സ്റ്റ് സെൽ പൊട്ടൻസീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എന്തായിരുന്നു യൂണിപൊട്ടൻസി, മൾട്ടിപൊട്ടൻസി കാര്യങ്ങൾ, അതേപോലെ ടോട്ടിപൊട്ടൻസി, അതൊക്കെ ജസ്റ്റ് നോക്കുക.
ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് ഡെവലപ്മെന്റൽ പാറ്റേൺ ഫ്രോഗ് ആൻഡ് ചിക്ക്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കാണാം ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒരു ഫ്രോഗിന്റെ ഡെവലപ്മെന്റൽ പാറ്റേൺ പഠിക്കുക, എങ്ങനെയായിരുന്നു ഓരോ പാർട്സ് ഉണ്ടാകുന്നത് എന്നീ കാര്യങ്ങൾ പഠിക്കുക. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ചിക്കിന്റെയും. സോ ജസ്റ്റ് നോക്കുക. ഇനി പാർത്തനോജെനിസിസ്, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് അധികവും ചോദിക്കാറുണ്ട്. ഇനി ജെനറ്റിക്സ് ആൻഡ് സെൽ ബയോളജി എന്തൊക്കെയാണ് നോക്കേണ്ടത്? ജെനറ്റിക്സിന്റെ കേസിലാണെങ്കിൽ മെൻഡൽസ് ലോസ്, എന്തായാലും മെൻഡലിന്റെ ലോസ് എല്ലാം പഠിക്കുക. നിങ്ങൾ പണ്ട് മുതലേ 10ാം ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്, 10ലും +1 +2 ഒക്കെ പഠിക്കുന്നുണ്ട്. ആൻഡ് അതിൽ ഡൈഹൈബ്രിഡ് ക്രോസ് എന്ത്, മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ത്, ഇതിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ത്, അതേപോലെ ജീനോട്ടിപ്പിക് റേഷ്യോ എന്ത്, കാര്യങ്ങളൊക്കെ നോക്കുക. ഒന്ന് രണ്ടോ ജനറ്റിക് റിലേറ്റഡ് പ്രോബ്ലംസ് ചോദിച്ചതായി കണ്ടിട്ടുണ്ട്. സോ ബേസ് കവർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. അതേപോലെ കാരിയോ ടൈപ്പ് ഓഫ് സിൻഡ്രോംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ടേണർ സിൻഡ്രോം, എന്തായിരുന്നു ക്ലൈൻഫെൽറ്റേഴ്സ് ഡൗൺ സിൻഡ്രോം ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കാരിയോ ടൈപ്പ്, അതേ റെപ്രസെൻറ്റേഷൻ അധികവും എക്സാമിന് ചോദിക്കാറുണ്ട്. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻഡിലിയൻ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള സിക്കിൾ സെൽ അനീമിയ, കളർ ബ്ലൈൻഡ്നെസ്, തലാസീമിയ, ഫീനൽ കീറ്റോനോറിയ എന്നീ കാര്യങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. അതൊക്കെ ജസ്റ്റ് പഠിക്കുക, അതിൻ്റെ ക്യാരക്ടർ ഒക്കെ പഠിക്കുക. ആൻഡ് നെക്സ്റ്റ് ആയിരുന്നു ക്രോമോസോമൽ ഡിസോർഡേഴ്സ്. നേരത്തെ പറഞ്ഞ ടേണേഴ്സ്, ക്ലൈൻഫെൽറ്റേഴ്സ്, ഡൗൺ സിൻഡ്രോം ഒക്കെ ക്രോമോസോമൽ ഡിസോർഡേഴ്സ് ഒക്കെ കവർ ചെയ്യുക. ആൻഡ് മ്യൂട്ടേഷൻ, എന്തായിരുന്നു മ്യൂട്ടേഷൻ, അതെങ്ങനെ സംഭവിക്കുന്നു, അതേപോലെ ടൈപ്സ് കാര്യങ്ങളൊക്കെ പഠിക്കുക. എൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് സെൽ ബയോളജി. അതിൽ എന്തൊക്കെ പഠിക്കണം? ഡിഫറെൻറ്റ് സെൽ ഓർഗനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് എന്തൊക്കെ, അതിൻ്റെ ഫംഗ്ഷനെ കാര്യങ്ങളൊക്കെ കവർ ചെയ്യുക. നിങ്ങൾക്കറിയാം മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡി, റൈബോസോം, അതിനൊക്കെ ഫംഗ്ഷൻ പഠിക്കുക. പിന്നെ അതേപോലെ അഡിഷൻ മോളിക്യൂൾസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ആൻഡ് മൈറ്റോസിസ്, മിയോസിസ്, ഓക്കെ. മൈറ്റോസിസ് മിയോസിസിൻ്റെ ഇവൻസ് കാര്യങ്ങൾ ഇപ്പം എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ +1 പഠിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. അതിലെന്തായിരുന്നു കയാസ്മാറ്റ ഫോം ചെയ്യുന്നത്, എന്താണ് ടെട്രാഡ് ഫോർമേഷൻ, കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവന്റ് ഒക്കെ കൃത്യമായി പഠിച്ചു വെക്കുക. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, സ്റ്റെയിനിങ് ടെക്നിക്സ്. ഓക്കെ. അപ്പോൾ ഇന്നീ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ലാസ്റ്റ് നിമിഷമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് നോക്കുക. അടുത്ത ചില മോഡ്യൂളിൽ, അടുത്ത വീഡിയോയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ താങ്ക് യു. അപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. UG ഡിഗ്രി UG ലാസ്റ്റ് ഇയർ കുട്ടികൾക്കെല്ലാം ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് സബ്സ്ക്രൈബ്. സോ താങ്ക് യു.